നമുക്കറിയാം നമ്മളെ മമ്മൂക്കയെ വെച്ച് ചെയ്തിട്ടുള്ള ഭീഷ്മപർവ്വം എന്ന് പറയുന്ന സിനിമ റൈറ്റ് ചെയ്തിട്ടുള്ള ദേവത്ത് എന്ന് പറയുന്ന റൈറ്ററാണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമ തന്നെയാണ്. എന്തായാലും ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഹാഫാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, പക്ഷേ ഫുള്ള് കോമഡിയാണ് ഈ പടം. ഇതൊരു ഞാൻ പറഞ്ഞില്ല ഒരു കോളേജ് റീയൂണിയൻ, ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ റീയൂണിയനാണ് ഈ സിനിമ. ഇത് അശോകൻ, മനോജ് കെ ജയൻ, ജഗദീഷ്, ഇതൊരു നല്ല താരനിര തന്നെയുണ്ട്. എന്തായാലും ഈ സിനിമ കണ്ടിരിക്കാൻ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്റിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഡയറക്ഷൻ അടിപൊളിയാണ്. ഇതിൻ്റെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല, കിട്ടിലാണ്. എന്തായാലും നല്ല പടമാണ്. നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് ഈ അടുത്ത് ഇറങ്ങിയതിലുള്ള ഏറ്റവും നല്ല ഒരു സിനിമ ഇത് തന്നെയാണ്. ധീരൻ എന്നുള്ള മൂവി തന്നെയാണ്. എനിക്ക് ടൈറ്റിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ രാജേഷ് മാധവ് എന്ന് പറയുന്ന ഒരു ആക്ടറെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇടാൻ കാണിച്ച ധീരതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്തായാലും സിനിമ നമുക്ക് തിയേറ്ററിൽ ധൈര്യമായിട്ട് കുടുംബസമേതം വന്ന് കാണാം. അടിപൊളിയാണ്. അശോകനൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കിട്ടിലോ അതെ കണ്ടു. കാണികളുടെ കൂടെ കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അവരുടെ വൈബില് അറിയില്ലായിരുന്നു. ഫസ്റ്റ് ടൈം പോലെ തന്നെയായിരുന്നു. സൂപ്പർ ഫൺ റൈഡാണ്. ട്രാവലാണ്. അബ്സല്യൂട്ട് ഡിലൈറ്റാണ്. ഈ ക്യാരക്ടേഴ്സിന് നമ്മൾ ഇത്രയും 2.5 മണിക്കൂർ അവരുടെ ആ ഒരു കൂടെ അങ്ങോട്ട് ട്രാവൽ ചെയ്യും. ഞാനടക്കം ഞാനൊരിക്കലും എൻ്റെ ആ ക്യാരക്ടറായിട്ട് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പ്രേക്ഷകർ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ഇത്തരം ഫിലിം മേക്കേഴ്സ്, പ്രൊഡക്ഷൻ കമ്പനി ലക്ഷ്മി ആൻഡ് ഗണേഷ്, ജിയാദ് എൻ്റർടൈൻമെൻറ്റ്സ്, ഇവരുടെ എല്ലാ പടങ്ങളും പ്രേക്ഷകർ ഒന്നടങ്കം സ്വീകരിച്ച പടങ്ങളാണ് വിത്ത് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ. സോ അത്തരം പടങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഇറ്റ്സ് എ മോട്ടിവേഷൻ ഫോർ യങ് ഫിലിം മേക്കേഴ്സ്. വ്യത്യസ്തമായ റോളാണ്. അതെ, എല്ലാവരുടെയും. എൻ്റെ ക്യാരക്ടറും ഭയങ്കര വ്യത്യസ്തമാണ്. അതുപോലെ ഇതിൽ അഭിനയിച്ച എല്ലാ വെറ്ററൻസ്, അശോകേട്ടൻ, ജഗദീഷേട്ടൻ, മനോജ്, സുധീഷ്, പിന്നെ നമ്മുടെ ലീഡ് പേര് രാജേഷ്, ഇത് അഭിരാം, ശബരീഷ്. സോ ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ ലോങ് ലിസ്റ്റ്. അതുപോലെ ഇതിൽ എടുത്തും പറയേണ്ടത് ഇതിലെ ക്യാരക്ടേഴ്സ് ചെയ്ത അമ്പിളി ചേച്ചി, എൽമോസിൻ്റെ അമ്മ, പിന്നെ എനിക്ക് എല്ലാവരും പേരറിയില്ല. അതിമനോഹരമായ കാസ്റ്റിംഗ് ആയിരുന്നു. സോ അത് തന്നെ ഈ പടത്തിൻ്റെ ഒരു വലിയൊരു അസറ്റാണ്. പറയാൻ പ്രേക്ഷകർ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കും. ഒരു ധീരൻ്റെ കഥ തീർച്ചയായിട്ടും നമ്മുടെ അശോകൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, മനോജ് കെ ജയൻ ചേട്ടൻ, പിന്നെ സുധീഷ് ചേട്ടൻ, അങ്ങനെ നമ്മുടെ ഒരു 80-കളിലെ 80-90-കളിലെ നമ്മളെ 90-കളിൽ നമ്മളെ രസിപ്പിച്ച അവരെല്ലാവരും വീണ്ടും നമ്മളെ രസിപ്പിക്കുന്ന ഒരു നല്ലൊരു ചിത്രം. എല്ലാവരും രാജേഷ് മാധവായാലും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാവരും അഭിനേതാക്കൾ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് നടത്തിയിരുന്നത്. നല്ലൊരു ചിത്രം തന്നെയാണ് ധീരൻ. ഇവരെല്ലാവരും തലമുറയുടെ നായകന്മാരാണല്ലോ. നല്ലൊരു കോമഡി കേട്ടോ. മോശമൊന്നും പറയാനില്ല. ആദ്യം തൊട്ട് അവസാനം വരെ ഇടയ്ക്കിടയ്ക്ക് സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട് പടത്തിൻ്റെ. അതായത് ജഗദീഷ് ഉഗ്രനോട് രാജേഷ് മാധവൻ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ സുധീഷ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സുധീഷിൻ്റെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് നല്ല കോമഡിയാണ്. ഇടയ്ക്കൊക്കെ നല്ല ചിരി, തിയേറ്ററിലൊക്കെ നല്ല ചിരിയായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നല്ലൊരു കോമഡി പടം. പടം അത്യാവശ്യം നല്ല പടമാണ്. അതായത് ഫസ്റ്റ് തൊട്ട് അവസാനം വരെ ലാഗില്ലാതെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. സുധീഷ്, പിന്നെ ജഗദീഷ്, എടുത്തു പറയുന്ന ഒരുപാട് നടന്മാരുണ്ടായിരുന്നു. മനോജ് കെ ജയൻ, എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. കുറേ നാളായിട്ട് കോമഡി പടം കണ്ടിട്ട് അവരുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചുള്ള ഒരു നല്ല പടം. ഷാജി അമ്മയുടെ ശിഷ്യന് ചേച്ചിയുടെ റൊമാൻസിനെ പറ്റിയൊക്കെ എല്ലാവരും പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ കൊണ്ടുള്ള പ്രണയമായിരുന്നു അതിൽ. അതെ അതെ അതെ. അശോകൻ ചേട്ടൻ്റെ പേരെന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണല്ലോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് ആ ഒരു സീനിയേഴ്സിനൊപ്പം അഭിനയിച്ചിട്ട് ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കംഫർട്ടബിൾ ആക്കുമായിരുന്നു. ഭയങ്കര തമാശ ഇന്റർവ്യൂ
മോഹൻലാൽ